കൃഷി ചെയ്യാൻ പോകുന്നത് ചീരയാണ്. ഇത് 10 ദിവസം വളർച്ചയെത്തിയ ചീരത്തൈകളാണ്. ഇത് എങ്ങനെ കൃഷി ചെയ്യുന്നതെന്ന് നോക്കാം. ചീര പാകി മുളപ്പിക്കുന്ന വീഡിയോ ഇതിന് മുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഒരു വിത്ത് പോലും ഉറുമ്പ് കൊണ്ടുപോകാതെ നല്ല രീതിയിൽ മുളപ്പിക്കുന്ന വീഡിയോ ആണത്. എല്ലാവരും അതൊന്ന് കാണണം. നമ്മൾ വേസ്റ്റായിട്ട് കളയുന്ന ചിരട്ടയിലാണ് ഞാൻ കൃഷി ചെയ്യുന്നത്. ഇതിനകത്താണ് ഞാൻ കൃഷി ചെയ്യുന്നത്. ഇത് നമ്മൾ ചിരട്ട എടുക്കുമ്പോൾ കണ്ണുള്ള ചിരട്ട നോക്കിയെടുക്കണം. അതുപോലെ തന്നെ നമ്മൾ തേങ്ങ ഉടയ്ക്കുമ്പോൾ ഇച്ചിരി വലിപ്പത്തിൽ ഈ ഭാഗം മുറിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. നമ്മൾ ഒരു ഗ്രോ ബാഗിൽ നിറയ്ക്കുന്ന മണ്ണ് കൊണ്ട് ഒരു 10-15 ചിരട്ട മണ്ണ് നമുക്ക് നിറച്ചെടുക്കാം. നമുക്കൊരു 10-15 തൈകളും നടാം. നമ്മളൊരു ഗ്രോ ബാഗിൽ നടുകയാണെങ്കിൽ ഒരു 5 തൈയെ നമുക്ക് നടാൻ പറ്റുകയുള്ളൂ. ആ ഒരു മണ്ണിൽ നമുക്ക് ഒരു 15 തൈയെങ്കിലും നമുക്ക് നട്ട് വിളവെടുക്കാൻ പറ്റും. നമ്മൾ ചിരട്ട ചരിഞ്ഞു പോകാതെ വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പഴയ ഒരു വേസ്റ്റായിട്ടുള്ള പാത്രത്തിൽ മണ്ണ് നിറച്ചെടുക്കണം. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ ചിരട്ട നിരത്തി വെക്കണം. അപ്പോൾ 4 ചിരട്ട വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പോട്ടി മിക്സ് ഇട്ട് കൊടുക്കാം. നമുക്ക് 1 വർഷം വരെ നമുക്ക് ഇതിൽ നിന്ന് ചീര മുറിച്ചെടുക്കാൻ പറ്റും. ഇത് ചാണകപ്പൊടിയും ചകിരിച്ചോറും മണ്ണും കൂടെ ഒരേ അളവിലെടുത്തിട്ടുള്ളതാണ്. ഇത് ചീരത്തൈ നട്ടു കൊടുക്കാം. ഇച്ചിരി വെള്ളം തളിച്ചു കൊടുക്കാം. നമ്മളിപ്പോൾ ഈ ചീര നട്ടിട്ട് ഒരു 10 ദിവസം കഴിഞ്ഞു. ഞാനൊരു 7 ദിവസം ആയപ്പോൾ ഇതിന് സ്ലറികൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് സ്വല്പം ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ ചീര നടാനായിട്ട് പ്രത്യേകിച്ച് സ്ഥലമൊന്നും വേണ്ട. ഇത് ഞാൻ വീഡിയോ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഇതിനകത്ത് നിരത്തി വെച്ചിരിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പച്ചക്കറി നടുന്ന ഗ്രോ ബാഗിൽ തന്നെ ഇതേപോലെ വെക്കാവുന്നതാണ്. പച്ചക്കറി വളർന്നു വരുന്നതിന് മുന്നേ തന്നെ നമുക്ക് ചീരയും വിളവെടുക്കാം. ഇത് ഞാൻ ഇന്ന് നട്ട ചീരയാണ്. 15 ദിവസം ആകുമ്പോഴത്തേക്ക് നമുക്കിത് വിളവെടുക്കാം. അപ്പോഴത്തേക്കേ നമ്മളെ പച്ചക്കറികൾ വളർന്നു വരികയുള്ളൂ. നമുക്ക് പച്ചക്കറിയും വളർത്തിയെടുക്കാം. അതുപോലെ തന്നെ ചീരയും നമുക്ക് ഇതിൽ നിന്ന് വിളവെടുക്കാം. ഇത് ഞാൻ വീഡിയോ പിടിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഞാൻ ഇതുപോലെ കൃഷി ചെയ്തത്. ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ ഗ്രോ ബാഗിൽ ഇങ്ങനെ വെച്ചാണ് ഞാൻ ചീര വളർത്തിയെടുക്കുന്നത്. നമ്മളിപ്പോൾ ഇത് ചിരട്ടയിൽ നട്ടിട്ട് ഒരു 15 ദിവസമായി. ഇനി നമുക്കിത് വിളവെടുക്കാം. നല്ലതുപോലെ വളർന്നു കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ അന്ന് ചാണകപ്പൊടി ഇട്ട് കൊടുത്തപ്പോൾ നട്ട ചീരത്തൈയാണ്. 5 ദിവസം കൊണ്ട് ഇത്രയും വളർന്നു വന്നിട്ടുണ്ട്. കുറച്ച് മുകളിൽ വെച്ച് വേണം നമ്മളിത് വെട്ടിയെടുക്കാൻ, എന്നെങ്കിലേ അത് കിളിച്ച് വരത്തുള്ളൂ.